അതൊക്കെ ലൈഫിൽ വൺസ് സംഭവിക്കുന്ന സിനിമയാണ്. ഡയറക്ടർക്ക് പോലും പിന്നെ അതുപോലൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ രഞ്ജിത്ത് ശങ്കറിൻ്റെ പാസഞ്ചർ അത്തരത്തിലൊരു സിനിമയാണ്, മാസ്റ്റർ പീസ്. പിന്നീട് അതുപോലൊരു സിനിമ അയാൾക്ക് ചെയ്യാൻ സാധിക്കില്ല, അത് യാദർശികമായി സംഭവിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡയറക്ടർ ഇനി ഇതുപോലൊരു സിനിമ ചിലപ്പോൾ ചെയ്യാൻ അയാൾക്ക് പറ്റും. കാരണം ഒരു സിനിമയിൽ 1 മണിക്കൂർ 40 മിനിറ്റിൽ 1.25 മണിക്കൂർ ഒരു പോസിബിൾ അല്ല. ഇതൊക്കെ എങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ സംഭവിച്ചു പോകുന്നതാണ്. അത്തരത്തിലൊരു സിനിമയാണ് കില്ല്. മിസ് ചെയ്യരുതാരും. കാണണം പറഞ്ഞാൽ മസ്റ്റ് വാച്ചബിൾ ഫിലിമാണ്. പക്ഷേ ഇതിൽ എല്ലാം ഇപ്പം ഞാൻ പറയുകയാണ്, ഇതിലെല്ലാം പുതിയ ആർട്ടിസ്റ്റുകളാണ്. ആകെ നമുക്ക് അറിയുന്നൊരു മുഖം ആശിഷ് വിദ്യാർത്ഥി മാത്രമേ ഉള്ളൂ എനിക്ക് കേട്ടോ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഹിന്ദി സിനിമയൊന്നും അങ്ങനെ ഫോളോ ചെയ്യുന്നതോ കാണുന്നതോ ആയ ആളല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കതിലാകെ പരിചിതമായൊരു മുഖം ആശിഷ് വിദ്യാർത്ഥിയാണ് ശരിക്കും. പിന്നെ നമ്മുടെ രാഘവ്, മറ്റേ ഡാൻസ് ഷോൻ്റെയൊക്കെ ഹോസ്റ്റായിട്ട് നിൽക്കുന്ന പയ്യൻ, അവനെ ഈ മറ്റേ ഇൻസ്റ്റയിൽ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ അങ്ങനെയൊക്കെ ആ പയ്യനോടൊരു ഇഷ്ടമുണ്ട്.